സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന. തൃശൂർ ചൊവ്വന്നൂർ സ്വദേശിക്കെതിരെ കേസെടുത്തു. 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തതായാണ് പരാതി. ഇപ്പം ഈ ഉണ്ടായ വിഷയത്തിൻ്റെ പുറത്ത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ മറുപടിയും റിയാക്ഷനും നമ്മൾ വേണ്ടത്ര രീതിയിലുള്ളതായിരുന്നില്ല. കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ ഒരു സ്ത്രീയുടെ മാത്രമാണ് മൊഴി എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കറിയില്ല. പിന്നെ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടേക്ക് വരികയോ അന്വേഷണങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അവരുടെ വീടിന്റെ പരിസരവും കാര്യങ്ങളും പോലും നോക്കിയിട്ടില്ല. ഇതുവരെയായിട്ട് വന്നിട്ട് നോക്കിയിട്ടില്ല. ജീപ്പോ ഒരാള് പോലും വന്നിട്ട് അന്വേഷിച്ചിട്ട് പോലും ഇല്ല. അവിടെ ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉണ്ട് എന്നാണ് അതിൽ പറയണത്. ഒരു 18,000 ഫോട്ടോകളോളം ഉണ്ട് എന്നാണ് പറയണത്. അത് വഴിയിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ വരെ വെറുതെ വിട്ടിട്ടില്ല. ഒരു ട്രാഫിക് പോലീസ് എങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ഇതുണ്ട്. ഒരു നാടിനെ മുഴുവൻ പ്രശ്നത്തിലാക്കിയിട്ടും അതുവരെ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അനീഷ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ, ഏതായാലും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 70-ലധികം, ഒന്നോ രണ്ടോ അല്ല, 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ മോർഫ് ചെയ്തതായി പരാതി ഉയർന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് അടക്കം വ്യക്തമാണ് ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ, മിക്ക സ്ത്രീകളുടെയും അടക്കം ഇത്തരത്തിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്തതായാണ് ഇപ്പോൾ പരാതി ഉയർന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി സൂചിപ്പിച്ച പോലെ അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യമാണ് ഈ യുവാവ് നടത്തിയിട്ടുള്ളത്. ചൊവ്വന്നൂർ സ്വദേശി ആയിട്ടുള്ള അനന്തു എന്ന് പറയുന്ന ആൾക്കെതിരെയാണ്, യുവാവിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉള്ളത്. ആ പ്രദേശത്തെ, അനന്തുവിന്റെ വീടിരിക്കുന്ന ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക സ്ത്രീകളുടെയും 70ഓളം വരുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ മൊബൈലിലോ ക്യാമറയിലോ പകർത്തി അത് മോർഫ് ചെയ്ത് ടെലഗ്രാം വഴി വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി എന്നാണ് പരാതിക്കാരായ യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഒരു ചിത്രത്തിന് 100 രൂപ ഒക്കെ വെച്ചാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിൽ ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളാക്കി, യുവതികളുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി അത് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയെടുത്ത് ആപ്പുകളൊക്കെ ഉപയോഗിച്ച് മാറ്റിയെടുത്ത് വിൽപ്പന നടത്തുന്നതെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ 70ഓളം സ്ത്രീകൾ, ഒരു യുവതിയാണ് പരാതി നൽകിയിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരണത്തിൽ അവരാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇങ്ങനെ ഒരു സംശയം ഈ യുവതിക്ക് തോന്നുകയായിരുന്നു. തന്റെ ചിത്രങ്ങൾ ഈ യുവാവ് പകർത്തുന്നു എന്നൊരു സംശയം തോന്നിയപ്പോൾ സഹോദരന്മാരോടും ബന്ധുക്കളോടും ഈ കാര്യം അറിയിച്ചു. അത്തരത്തിൽ ഈ ബന്ധുക്കളും സഹോദരന്മാരും ചേർന്ന് ഈ യുവാവിന്റെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ബലമായി പിടിച്ചു വാങ്ങി ആ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് 18,000-ഓളം വരുന്ന ചിത്രങ്ങൾ ആ മൊബൈലിൽ കണ്ടെത്തിയത്. പലരും ഇവർ അറിയുന്ന ആളുകൾ, ഇവരുടെ നാട്ടിലുള്ള ആളുകൾ ആണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. കണ്ടെത്തൽ ഇതോടെ യുവാവിന്റെ ലാപ്ടോപ്പും ബന്ധുക്കൾ ബലമായി പിടിച്ചു വാങ്ങിയപ്പോൾ സമാന രീതിയിലുള്ള ഫോട്ടോസ് യുവാവിന്റെ ലാപ്ടോപ്പിലും ഉണ്ട്. ഇതോടെയാണ് ആ യുവതി കുന്നോളം പോലീസിൽ പരാതി നൽകിയത്. ആ പരാതി പ്രകാരം പോലീസിനെതിരെ വലിയ ആക്ഷേപമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. കാരണം IT ആക്ട് പ്രകാരം വളരെ നിസ്സാര വകുപ്പ്, ജാമ്യം കിട്ടാവുന്ന വകുപ്പ് ഉപയോഗിച്ചാണ് യുവാവിനെതിരെ, അനന്തുവിനെതിരെ കേസെടുത്തത് എന്നുള്ളൊരു ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു കുറ്റകൃത്യം ആ പ്രദേശത്തുള്ള യുവതികളുടെ, അതുപോലെ പ്രായമായുടെയും ഉൾപ്പെടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ് വരുന്നത്. അത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തി മോർഫ് ചെയ്ത് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിസ്സാര വകുപ്പുകൾ, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്നുള്ളൊരു കാര്യമാണ് ബന്ധുക്കളുടെ ആരോപണം. കുന്നംകുളം പോലീസിനെതിരെയാണ് ഗൗരവമായ ആരോപണം ഉന്നയിച്ചുള്ളത്. എന്തായാലും ഈ ലാപ്ടോപ്പ് കാര്യമായി പരിശോധിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ കാര്യമായി പരിശോധിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കാര്യമായി അത്തരത്തിലുള്ള ഒരു അന്വേഷണ ഘട്ടത്തിലേക്കൊന്നും കടക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതാണ് ബന്ധുക്കളുടെ ഗുരുതരമായ പോലീസിനെതിരെയുള്ള ആരോപണം വരുന്നത്. എന്തായാലും യുവാവ്, ഈ സംഭവം വാർത്തയാകുന്നതോടെ ഒരു പക്ഷേ യുവാവിനെ അറസ്റ്റ് ചെയ്തേക്കാം, വകുപ്പുകൾ മാറ്റി ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയേക്കാം, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ നിലവിൽ ആ യുവാവിനെതിരെ IT ആക്ട് പ്രകാരം നിസാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ദീപ്തി, ശരി, എന്തായാലും ഗുരുതരമായ ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന നടത്തുന്ന യുവാവിനെതിരെയാണ് ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നത്. അനന്തു എന്ന യുവാവിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്. തൃശൂർ ചൊവ്വന്നൂർ സ്വദേശിക്ക് ആണ് അനന്തു. ഇയാൾ 70-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ മോർഫ് ചെയ്തതായാണ് പരാതി ഉയർന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.